ഹലോ അമീഗോ, ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെറിയൊരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആവുന്നുള്ളൂ. നമ്മുടെ മലപ്പുറം യമഹ ഡൈബ്ര മോട്ടോഴ്സിൽ നിന്ന് ചെറിയൊരു റൈഡ്. ഇതിനു മുൻപും ഒരു പ്രാവശ്യം ഞാൻ ഇവരുടെ കൂടെ റൈഡ് പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് നിലമ്പൂർ ഭാഗത്തൊക്കെ ആയിരുന്നു റൈഡ് വെച്ചിരുന്നത്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ടിലേക്കാണ് റൈഡ് വെച്ചിട്ടുള്ളത്. 8 മണിയാണ് സമയം പറഞ്ഞത്. ഇതിന് മുന്നേ ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്രാവശ്യം ഒരു സ്കൂട്ടർ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ളവരൊക്കെ ഉടനെ തന്നെ വരുമായിരിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ റൈഡിനുള്ള വണ്ടികളെല്ലാം തന്നെ ലൈനപ്പ് ചെയ്ത് ഷോറൂമിൻ്റെ മുന്നിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ലൈനപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ഒരു ലൈനപ്പിലെ ഓൾഡസ്റ്റ് സ്കൂട്ടർ, അതായത് നമ്മുടെ പഴയ റേസി, അതെൻ്റെ പഴയ സ്കൂട്ടറായിരുന്നു. ഞാനത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് റേസിയാർ എടുത്തത്. അതിവിടെ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വണ്ടി ചെറിയ വർക്കൊക്കെ ചെയ്ത് കുറച്ച് കുട്ടപ്പനായി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ യമഹയുടെ സ്പോൺസർഷിപ്പിലുള്ള റൈഡ് ആയതുകൊണ്ട് തന്നെ ഫ്യൂവലൊക്കെ യമഹ തന്നെ സ്പോൺസർ ചെയ്യും. അങ്ങനെ ആദ്യം തന്നെ എല്ലാവരും തൊട്ടടുത്തുള്ള ഫ്യൂവൽ പമ്പിൽ നിന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരുമിച്ചൊരു ചെറിയ റൈഡ്. ഡെസ്റ്റിനേഷൻ മറ്റേതല്ല, നമ്മുടെ മലപ്പുറക്കാർക്ക് വളരെ സുപരിചിതമായ ഒരു സ്ഥലമാണ് മിനി ഊട്ടി. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന മിനി ഊട്ടി. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മിനി ഊട്ടിയിൽ അത്യാവശ്യം നല്ല ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോടൊക്കെ നല്ല രീതിയിൽ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ് മിനി ഊട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മിനി ഊട്ടി എന്ന് പേര് വരാനും കാരണം. ആ ഒരു തണുപ്പുള്ള ക്ലൈമറ്റും കോടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. സാധാരണ യമഹയുടെ സ്പോൺസേർഡ് റൈഡ്സിലെല്ലാം തന്നെ ആ ഒരു ബ്ലൂ ഓവർകോട്ട് ഉണ്ടാവും, ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ബ്ലൂ കോട്ടിന് പകരം എല്ലാവർക്കും ഓരോ റെയിൻ കോട്ടാണ് തന്നത്. അതുകൊണ്ട് തന്നെ വളരെ കളർഫുൾ ആയിട്ടാണുള്ളത്. നമ്മുടെ യൂഷ്വൽ സാധനം, മഴക്കാലമായ പ്രത്യക്ഷപ്പെടുന്ന സാധനം, 100 രൂപേൻ്റെ സാധാ റെയിൻകോട്ട്, അത് വളരെ കളർഫുള്ളായിട്ട്, പലതും പല കളറായതുകൊണ്ട് തന്നെ വളരെ കളർഫുള്ളായിട്ട് ലൈനപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പാലക്കാട് കോഴിക്കോട് ഹൈവേയിലെ മലപ്പുറം കൊണ്ടോട്ടി സ്ട്രെച്ചിൽ പല ഭാഗത്തുനിന്നും നമുക്ക് മിനി ഊട്ടിയിലേക്കുള്ള റോഡുണ്ട്. പല രീതിയിലും മിനി ഊട്ടിയിലേക്ക് കയറി പോകാൻ പറ്റും. വേങ്ങര വഴിയും അതേപോലെ മൊറയൂര്, മുസ്ലേരങ്ങാടി, കോളനി, അങ്ങനെ പല ഭാഗത്തുനിന്നും നമുക്ക് കയറി പോകാൻ പറ്റും. ഇപ്രാവശ്യം നമ്മൾ പൂക്കോട്ടൂർ അറവങ്കര ഭാഗത്തു നിന്നാണ്, ആ ഒരു റൂട്ടിലാണ് നമ്മൾ കയറി പോകുന്നത്. അതാണ് ഇവിടുന്ന് കുറച്ചുകൂടെ ഷോർട്ട് എന്ന് തോന്നുന്നുണ്ട്. മഴ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ചെറിയ രീതിയിൽ ചോരുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു റോഡും അത്ര നല്ല റോഡൊന്നുമല്ല. അത്യാവശ്യം കുണ്ടും കുഴികളൊക്കെ ഉണ്ട്, പാച്ച് വർക്കും ഉണ്ട്, കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കുഴികളൊക്കെ പലതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ടാണ് നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു റെയിൻകോട്ട് സ്കൂട്ടറിലാകുമ്പോൾ അത്യാവശ്യം വേറെക്കുറെ നമുക്ക് ആ ഫ്രണ്ടിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കാലുമൊക്കെ സേഫ് ആയിരിക്കും. പക്ഷേ ഞാൻ മോട്ടോർ സൈക്കിളിലായതുകൊണ്ട് തന്നെ നമ്മുടെ കാല് ഏകദേശം നനയുന്നുള്ള കാര്യം ഷുവറാണ്. എന്തായാലും മഴയല്ലേ,
നനയാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ദാ നമ്മൾ ഏകദേശം മിനി ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ മിനി ഊട്ടി. അതായത് പണ്ട് കാലത്തൊക്കെ ഇങ്ങോട്ടേക്കായിരുന്നു വരിക, കാരണം ഇവിടെ മാത്രമേ ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് കാലം മുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ മിനി ഊട്ടി. ഇവിടെയൊക്കെ റോഡ് കുളമായി കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. മിനി ഊട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എപ്പോൾ മഴ വന്നാലും ചെറിയ രീതിയിലെങ്കിലും ഫോഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോഗ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരുപാട് ദൂരം പോകേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു മിനി ഊട്ടിയിലേക്ക് വന്നാൽ മതി. മുമ്പൊക്കെ ഇവിടെ ഫുൾ പ്രകൃതിയായിരുന്നു, ആകെ കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ആകെ 1-2 പെട്ടിപ്പീടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുള്ള് മരങ്ങളും കാടൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അതായത് ഐ തിങ്ക് ഒരു 10 വർഷമൊക്കെ മുമ്പ്. ഇപ്പോൾ ഫുള്ള് ഓരോ പാർക്കുകളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പഴയ തനിമ പോയിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് വൃത്തിയാക്കി, ഈ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും അടിപൊളിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ടേക്ക് എപ്പോൾ വന്നാലും ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഫീലാണ് ഉള്ളത്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്.
ഇതാ ഈ ഒരു ഏരിയ ഒക്കെ തന്നെ കണ്ടില്ലേ, ഈ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡുള്ളതാണ്. പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട്. ഇവിടെയൊക്കെ റോഡ് പിന്നെ പൊതുവെ കുണ്ടും കുഴികളാണ്. Around your soul with no control, you can't breathe when you're drowning underwater. There's so much water. ഇവിടെ വീണ്ടും ഒരു സിപ്പ് ലൈനും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട് മിനിയൂട്ടിയുടെ ഈ ഒരു സൈഡിൽ, ഈ ഒരു എൻഡ് പോർഷനിലായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒന്നും നിർത്തുന്നില്ല, നമ്മൾ നേരെ ചെരുപ്പടിമല ഭാഗത്തേക്ക് പോകാൻ പോവാണ്. ആക്ച്വലി ഈ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓഫ് റോഡ് ബൈക്സ് ആയിട്ട് വരണം. അതായത് എക്സ്പ്രസോ ഹിമാലയനോ അഡ്വഞ്ചർ ബൈക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം റോഡ് ഫുള്ള് നല്ല രീതിയിൽ പൊളിഞ്ഞ് ആകെ സീനായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോഗിൻ്റെ ഇടയിലൊക്കെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാനും ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴിഞ്ഞ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ ഒഴിച്ചിട്ടതായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ ബാക്ക് വീൽ സ്പിൻ ചെയ്തൊക്കെ പല ഐറ്റംസ് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഒരു അഡ്വഞ്ചർ ബൈക്കായിട്ട് എന്തായാലും ഒരിക്കൽ ഇതുവഴി വരണം. So I'll hold back, and you should know that what's never good just have regrets. So I'll go back, when I got me to forget the time I lost moonshine back. Shine bright.
ഇപ്രാവശ്യം നമ്മുടെ ഈ ഒരു റൈഡിൽ അധികം സ്കൂട്ടേഴ്സാട്ടോ. ആകെ ഞാൻ മാത്രമേ മോട്ടോർ സൈക്കിളിൽ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 1-2 ബൈക്സൊക്കെ ഉണ്ടായിരുന്നു, FZX ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അധികം സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതാ നമ്മൾ ചെരുപ്പടിമല വ്യൂ പോയിൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ ഈ ഒരു ഇങ്ങോട്ടേക്ക് കയറുന്ന ഈ ഒരു ഭാഗം നല്ലൊരു എസ്കറുണ്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. അവിടെ മേലെ നിന്നൊക്കെ ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടും. ഇവിടെയൊക്കെ കോറിൻ്റെ ഏരിയ കേട്ടോ, ഈ ഒരു ഭാഗമെല്ലാം തന്നെ. ഇവിടുന്ന് 2 സൈഡിലേക്കും വ്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു കോറിയുടെ ഭാഗമൊക്കെ പ്രൈവറ്റ് ഏരിയ ആണ്, അതുകൊണ്ട് അധികം ഈ ഒരു ഭാഗത്ത് അടച്ചിടാറാണ് പതിവ്. എന്നാലും ഇപ്പോൾ ഇവിടെ തുറന്നുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വന്ന ആ സൈഡിൽ നല്ലൊരു വ്യൂ കിട്ടും. അവിടുന്ന് തന്നെ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് റൺവേ ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങണോ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ആ ഒരു മലയുടെ മുകളിലായിട്ടൊരു ചെറിയൊരു ലൈൻ സ്ട്രിപ്പ് കാണുന്നില്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതാണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു റൈഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ റിട്ടേൺ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് ഒരു ലഞ്ച് കഴിച്ച് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.